നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ ഫ്ലിപ്കാർട്ടിൽ ഒക്ടോബർ 16 മുതൽ 21 വരെ ബിഗ് ബില്യൺ ഓഫർ സെയിൽ നടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ സെയിൽ നടക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുപക്ഷെ സെർച്ച് ചെയ്ത് നോക്കുന്നത് മൊബൈൽ ഫോണായിരിക്കും. അപ്പോൾ ഈ മൊബൈൽ ഫോൺ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആദ്യത്തെ ലിസ്റ്റിൽ വരുന്നത് സാംസങ്ങിൻ്റെ ഫോണാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ സെലക്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ ആ ഒരു പേയ്മെൻറ്റും ആ ഒരു ഓഫറും ഒക്കെ നോക്കിയിട്ട് താഴേക്ക് ചെന്നിട്ട് നമ്മൾ ബൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ കാർട്ടിലോട്ട് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മേളിലായിട്ട് എക്സ്ട്രാ ഒരു ഓഫറായിട്ട് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. നമുക്കൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15ഓളം ഓഫേഴ്സ് പല രീതിയിൽ ഈ പറയുന്ന 5 ദിവസം അവൈലബിൾ ആണ്. അതിനകത്ത് ഒരെണ്ണമാണ് ഫ്ലിപ്കാർട്ടിൻ്റെ സ്മാർട്ട് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉൾക്കൊള്ളുന്ന ഓഫർ നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കാതെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഒരു നല്ല രീതിയിലുള്ള ഒരു അബദ്ധം പറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു ഓഫർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ സാംസങ്ങിൻ്റെ ഫോൺ മേടിക്കാൻ നേരത്ത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഈ പറയുന്ന ഫ്ലിപ്കാർട്ട് സ്മാർട്ട് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഓഫർ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടിട്ട് അടുത്ത പേജിലേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കിന് 3 രീതിയിൽ നമുക്കവിടെ പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ്, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് EMI, മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബജാജ് ഫിൻസേവ് EMI കാർഡ്. ഈ 3 മെത്തേഡ് ഉപയോഗിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ എടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ അവർ പറയുന്ന 3 മെത്തേഡ് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് നടത്തി ഈ ഓഫർ എടുത്തു കഴിഞ്ഞാലുള്ള നമുക്കുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ബിഗ് ബില്യൺ ഡേ പ്രമാണിച്ചിട്ട് സാംസങ് ഓൾറെഡി നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഫോൺസിന്. അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ ഡിസ്കൗണ്ട് കിട്ടും. അതായത് നല്ല രീതിയിൽ എമൗണ്ട് കുറച്ചിട്ട് നമുക്കൊരു ഫോൺ മേടിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഓഫറും കൂടെ ആപ്ലിക്കബിൾ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ ആ ഒരു നിലവിലെ കണ്ടീഷൻ വെച്ചിട്ട് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഓഫർ പ്രൈസ് കൂടാതെ നമുക്ക് ഒരു 30% കൂടെ അധികം ഓഫർ ഈ പറയുന്ന അപ്ഗ്രേഡ് പ്ലാനിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓഫർ വെച്ചിട്ട് നമ്മൾ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഓഫർ നിലനിൽക്കുന്ന ആ ഒരു കാലത്തോളം നമ്മളുടെ ഫോണിന് യാതൊരു കംപ്ലൈൻറ്റ് വരാനായിട്ടും പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പം ഒരു തവണയെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് താഴേക്ക് ഫോൺ പോകാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല. ആ രീതിയിൽ ഒരു കാരണവശാലും ഫോൺ താഴേക്ക് പോകരുത്. അതിൽ പോറലുകളോ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ക്രാക്കുകളോ ഒന്നും വരാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ അതിനുപയോഗിക്കുന്ന ആക്സസറീസ്, ഇപ്പോൾ ചാർജറിനൊന്നും അല്ലെങ്കിൽ ഗ്ലാസ്സിനൊന്നും ഒരു പ്രശ്നവും വരാൻ പാടില്ല. എന്താണെങ്കിലും ഫോണിന് കംപ്ലൈൻറ്റ് പറ്റിയില്ലെങ്കിലും ചാർജറിനെങ്കിലും മിക്കവാറും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആക്സസറീസിനൊന്നും ഒരു കംപ്ലൈൻറ്റും വരാനായിട്ട് പാടില്ല. പിന്നെ നമുക്ക് ഈ ഫോൺ വരുന്ന ആ ഒരു പാക്കേജ് കാണുമല്ലോ, പാക്കിംഗ് ബോക്സ്, ആ ബോക്സ് ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് പാടില്ല. അതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതെന്ത് ടൈപ്പ് ഓഫറാണെന്നുള്ളത്. അപ്പോൾ ശരിക്കും അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഈ ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും തുടർന്നും, അതായത് 1 വർഷം കഴിയുമ്പോഴും വീണ്ടും നമ്മൾ സാംസങ്ങിൻ്റെ വേറൊരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫർ നൽകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ തന്നെ ഈ ഒരു നമ്മൾ മേടിച്ചിട്ടുള്ള ഫോണിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അടുത്ത ഒരു പുതിയ ഫോൺ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡായിട്ട് വേറൊരാൾക്ക് ഈ ഒരു ഓഫർ വഴി വാങ്ങിച്ചിട്ടുള്ള ഫോൺ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് പോലെ നമുക്ക് മറിച്ച് വിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ 1 വർഷത്തിനിടയ്ക്ക് സാംസങ്ങിൻ്റെ ഏതെങ്കിലും ഒരു അപ്ഗ്രേഡേഷനൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് അപ്ഗ്രേഡ് ആയിട്ടുള്ള ആ ഒരു ഫോണിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓൾറെഡി ഈ ഒരു ഓഫറിൽ മേടിച്ച ഫോൺ അടുത്ത വർഷം കൊടുത്തിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പുതിയതിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഓഫർ എടുത്തു കഴിഞ്ഞാൽ എന്താണെങ്കിലും നിങ്ങൾ 1 വർഷം കഴിയുമ്പോഴത്തേക്കിന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു, ഇനി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നിരിക്കട്ടെ. അവിടെ വരുന്ന പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1 വർഷം കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഓൾറെഡി ഡിസ്കൗണ്ടിലാണല്ലോ ഇങ്ങോട്ടേക്ക് ഫോൺ മേടിച്ചത്, എക്സ്ട്രാ ഡിസ്കൗണ്ടിൽ, അതായത് ഈ അപ്ഗ്രേഡിൻ്റെ ആ ഒരു 30% ആയിട്ടുള്ള പൈസ, ആ ഒരു ക്യാഷ് നമ്മൾ ഫ്ലിപ്കാർട്ടിന്
തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. അതിപ്പോഴത്തെ കാര്യമല്ല, ഒരു വർഷം കഴിയുമ്പം. അങ്ങനെ തിരിച്ചടച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടേതാകും. അത്രയും കാലത്തോളം ഫോൺ നമ്മളുടെ കയ്യിലിരിക്കുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഫ്ലിപ്കാർട്ടിന് ഒരു റോളുണ്ട്, നമുക്കും ഒരു റോളുണ്ട്. അപ്പം നമ്മളുടേതാക്കി തന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ആ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് തന്ന മണി അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിന് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലെ 12 മാസം കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ ഈ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് ചെക്ക് ചെയ്യാനായിട്ട് ആൾ വരും. അതായത് ചെക്ക് ചെയ്യും, നമ്മളുടെ ഫോൺ കയ്യിലിരിക്കുന്ന ഫോൺ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായെന്ന് വിചാരിക്കട്ടെ. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ ആ ഓഫർ അവർ അവിടെ വെച്ച് ക്ലോസ് ചെയ്യും. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഓഫറിൻ്റെ എമൗണ്ട്, അതായത് ആ ഒരു 30% എമൗണ്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിന് അന്നേരം അടയ്ക്കുകയും ചെയ്യണം. അതിനുശേഷം നമുക്ക് ആ ഒരു ഫോൺ നമ്മളുടേതാക്കിയിട്ട് മാറ്റാവുന്നതാണ്. ഇനി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ആ ഒരു ക്യാഷ് അടയ്ക്കുന്നില്ലെന്നിരിക്കട്ടെ, അതായത് ഈ പറയുന്ന പോലെ പ്രശ്നം പറ്റിയിട്ടും വേറെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ഇതുപോലെ ക്ലോസ് ആയി കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ ഈ ഒരു ക്യാഷ് ഫ്ലിപ്കാർട്ടിന് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാംസങ് തന്നെ നമ്മളുടെ ഈ ഫോണിനെ ലോക്ക് ചെയ്ത് കളയും. പിന്നെ നമുക്ക് ഈ ഒരു ഫോൺ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതല്ല. അതോടെ ഫോണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും, ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ഡെഡ് ആകും. അപ്പോൾ ഇതാണ് ശരിക്കും ഈ ഒരു ഓഫറിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കിന് ഒരു എക്സ്ചേഞ്ച് പ്രൈസ് വരുമല്ലോ. ആ എക്സ്ചേഞ്ച് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്ന പ്രൈസല്ല. ഫ്ലിപ്കാർട്ട് എത്രയാണോ അന്നേരം നമ്മളുടെ ഇപ്പോൾ കയ്യിലിരിക്കുന്ന ആ ഒരു ഫോണിനിടുന്നത്, ആ ഒരു പ്രൈസ് വെച്ചിട്ടായിരിക്കും അവിടെ എക്സ്ചേഞ്ചും നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ ഉപകാരപ്പെടുന്നത് സാധാരണ ഒരു മൊബൈൽ ഫോൺ, അതായത് 24 മണിക്കൂറും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്കല്ല, നല്ല രീതിയിൽ അതായത് കെയർ ചെയ്തിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക്, സാംസങ്ങിനോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളവരും അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഫോൺ അതുപോലെ കെയർ ചെയ്ത് നടക്കുന്ന ആൾക്കാർക്കായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ ഉപകാരപ്പെടുന്നത്. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അന്നേരത്തെ ആ ഒരു സാഹചര്യത്തിൽ സാംസങ്ങിൻ്റെ ഒരു പുതിയ ഫോൺ ഇത് ഈ പഴയത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പം ഈ പറയുന്ന 5 ദിവസം നിങ്ങൾ ഈ ഒരു ഓഫർ കാണുമ്പോഴത്തേക്കിന് അത് കയറി ടിക്ക് മാർക്ക് ഇട്ടിട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഈ രീതിയിൽ പർച്ചേസ് ചെയ്യാതിരിക്കുക. ശരിക്കും ഈ ഒരു ഓഫറിൻ്റെ ഉദ്ദേശം ഇതാണ്. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നു, അതിൻ്റെ ക്രെഡിറ്റ് 2 പേർക്ക് നിലനിൽക്കുകയാണ് ഈ ഒരു ഓഫറിൻ്റെ കാലാവധി കഴിയുന്നിടം വരെ. ഓഫറിൻ്റെ കാലാവധി കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ എക്സ്ട്രാ തന്നിരിക്കുന്ന ആ ഒരു ഡിസ്കൗണ്ടിനെ നമ്മൾ തിരിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. എല്ലാ കാര്യങ്ങളും ആ ഒരു നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു പേജിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചിട്ടുള്ളവർക്കൊക്കെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും എത്തിച്ചു കൊടുക്കുക. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതറിയാൻ മേലാത്ത ഒത്തിരി ആൾക്കാർ കാണും. ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. തിരിച്ചും കൂടെ ആ ലെവലിൽ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ഓഫറാണ് ഇത്. ടെക് റിലേറ്റഡ് ആയിട്ടുള്ളതും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോസും കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.